ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മഹത്തുക്കൾ എപ്രകാരം ഇരിക്കും, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന ഒരു കവിതാ ശകലമാണ് നമുക്ക് അടുത്ത് അയവിറക്കാനുള്ളത്. വിഷയാശയകന്നുള്ളം ഭഗവൽ പ്രേമ സൗരഭ്യം നിറഞ്ഞത്യന്ത സൗശീല്യം ആർന്നുള്ളോരാം മഹാജനം. സത്യത്തെ ബോധിച്ച മഹാത്മാക്കൾ എപ്രകാരമായിരിക്കും, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് വർണ്ണിക്കുകയാണ്. വിഷയാശയകന്നുള്ളം, അവരുടെ മനസ്സിൽ, ഉള്ളം എന്ന് പറഞ്ഞാൽ അകത്ത്, മനസ്സിൽ ഈ ലോകത്തിലെ വിഷയങ്ങളോട് ഒരാഗ്രഹവും ഉണ്ടാവുകയില്ല. ഈ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖത്തിൻ്റെ എത്രയോ ഇരട്ടി ശാശ്വതമായ സുഖം ആത്മതലത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് അനുഭവസ്ഥരായ ആചാര്യന്മാരിൽ നിന്നും കണ്ടും കേട്ടും പഠിച്ച് അതനുഭവിക്കാനുള്ള വെമ്പൽ ഉള്ളിലുണ്ടാകുമ്പോൾ ഈ തുച്ഛമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടി തൻ്റെ അമൂല്യമായ അവസരം നഷ്ടപ്പെടുത്തുകയില്ല. അതാണ് വിഷയാശയകന്നുള്ളം ഭഗവൽ പ്രേമ സൗരഭ്യം. ആ അകത്ത് മുഴുവൻ ഈശ്വരപ്രേമമാകുന്ന സൗരഭ്യം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഈശ്വരപ്രേമം കൊണ്ട്, ഈശ്വരനാൽ മനസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ലോക വിഷയങ്ങളിലേക്ക് ഓടാൻ ഒട്ടും താല്പര്യം ഉണ്ടാവുകയില്ല. അതാണ് വിഷയാശയകന്നുള്ളം ഭഗവൽ പ്രേമ സൗരഭ്യം. ഉള്ളം മുഴുവൻ ഭഗവാന്റെ പ്രേമസൗരഭ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. അതെങ്ങനെയാണെന്നറിയുക? വിഷയാശകൾ അകലുമ്പോൾ. വിഷയങ്ങളോടുള്ള ആശ ഉള്ള കാലം വരെ ഈശ്വരപ്രേമം അവിടെ ഉണ്ടാവുകയില്ല. വിഷയങ്ങളോടുള്ള ആഗ്രഹം ക്ഷയിക്കുമ്പോൾ മാത്രമേ ഈശ്വരപ്രേമം നമ്മുടെ ഉള്ളിൽ നിറയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ വിഷയാശയകന്നുള്ളം ഭഗവൽ പ്രേമ സൗരഭ്യം നിറഞ്ഞ അത്യന്ത സൗശീല്യം ആർന്നുള്ളോരാം മഹത്തുക്കൾ. എങ്ങനെയായിരിക്കും അവര്? ഈശ്വരപ്രേമ സൗരഭ്യം നിറഞ്ഞ് അത്യന്ത സൗശീല്യം, നല്ല സൽഗുണസമ്പന്നരായിരിക്കുന്നവർ, സൗശീല്യം നിറഞ്ഞവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് മഹാജനങ്ങൾ. സൗശീല്യ അകന്നുള്ളോരാം മഹാജനം. മഹത്തുക്കളായ ജനങ്ങൾ ആ ഈശ്വരപ്രേമ സൗരഭ്യം കൊണ്ട് നല്ല സൗശീല്യം, നല്ല സ്വഭാവഗുണം അവർക്കുണ്ടാകും. സഹനം, ക്ഷമ, സ്നേഹം, പരോപകാരം മുതലായ എല്ലാ സദ്ഗുണങ്ങളും അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതാണ്. അതാണ് അത്തരത്തിലുള്ള സ്വഭാവം ഉള്ളവരാണ് മഹത്തുക്കൾ. അവർക്ക് ഈശ്വരപ്രേമം മാത്രമായിരിക്കും. അതേ ഈശ്വരനെ തന്നെ സർവചരാചരങ്ങളിലും കണ്ട് അവർ ആരാധിക്കുന്നതുമായിരിക്കും. എല്ലാവരെയും ആരാധിക്കുന്നവരായിരിക്കും. ഞാൻ മാത്രം ദൈവം എന്ന അവസ്ഥയല്ല, എല്ലാവരിലും ഉള്ള ദൈവത്തെ കണ്ട് അവരെ എല്ലാം ആദരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ ഒരവസ്ഥയായിരിക്കും മഹാജനങ്ങൾക്ക്, മഹത്തുക്കൾക്ക്. അവർ ശ്രവണം, ഈശ്വര കാര്യങ്ങൾ കേൾക്കുന്നു, കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. അപ്പോൾ ഈശ്വരസ്മരണ അവരുടെ മനസ്സിൽ അഖണ്ഡമായി നിലനിൽക്കുന്നു. അതോടുകൂടി അവർക്ക് എല്ലാവരും ഈശ്വരൻ്റെ പാദങ്ങളായിട്ടാണ് തോന്നുക. അതാണ് പാദസേവനം. അവരെ പാദസേവനം കഴിഞ്ഞാൽ പിന്നത്തത് ആ പാദങ്ങളെയൊക്കെ വന്ദിക്കുന്നു, അതിനെയൊക്കെ
ആരാധിക്കുന്നു. ഒരാളെയും നിന്ദിക്കത്തക്ക ഒരു വ്യക്തിയും ഈ പ്രപഞ്ചത്തിലില്ല എന്ന അവസ്ഥ അവർക്ക് കൈവരുന്നു. അതോടുകൂടി ഈശ്വരത്വത്തിലേക്ക് അവർ ഉയരുന്നു. അതാണ് സഖ്യം, സഖാവ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടുകൂടി ആത്മനിവേദനം, തന്നെ ഭഗവാൻ സമർപ്പിക്കുന്ന ആ മനോഭാവം അവരിൽ വരുന്നു. അങ്ങനെയുള്ളവരാണ് മഹാജനങ്ങൾ. വിഷയാശയകന്നുള്ളം ഭഗവത് പ്രേമ സൗരഭ്യം നിറഞ്ഞ അത്യന്ത സൗശീല്യം ആർന്നുള്ളോരാം മഹാജനം.